ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻട്രേഡർ. ഇന്നത്തെ നിഫ്റ്റിയുടെ മാർക്കറ്റാണ്. ഇന്നെന്ന് പറഞ്ഞാൽ 10th ജൂണിലെ പെർഫോമൻസ് ആണ്. മോർണിംഗിൽ തന്നെ മാർക്കറ്റ് ബൈ സൈഡിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് പോയത്. അപ്രോക്സിമേറ്റ് 10 മണിക്ക് ശേഷം മാർക്കറ്റ് ഒന്ന് ഡൗൺ ഇറങ്ങാൻ ശ്രമിച്ചെങ്കിലും അവിടെ ചെറിയൊരു സ്കാൽപ്പ് മാത്രം മാർക്കറ്റ് ഇറങ്ങിക്കൊണ്ട് തിരിച്ച് മാർക്കറ്റ് ബൈ സൈഡിലേക്ക് തിരിച്ച് 10 കഴിഞ്ഞ ശേഷം കയറുകയാണ് ചെയ്തിരുന്നത്. അവിടുന്ന് നല്ലൊരു നമ്മുടെ സോഫ്റ്റ് അവിടെ ബൈ സൈഡ് തന്നെ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അവിടെ അപ് സൈഡിലേക്കുള്ള കണ്ടിന്യൂവേഷൻ തന്നെയാണ് നമുക്ക് തന്നിരുന്നത്. അവിടെ ഒരു സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ ആയിട്ട് പുൾ ബാക്ക് മാത്രം കാണിച്ച് നമുക്ക് ആക്ച്വലി ബൈ തന്നെ ഹോൾഡ് ചെയ്യാൻ ഇൻഡിക്കേഷൻ തന്നു. അത് കഴിഞ്ഞ് മാർക്കറ്റ് നല്ലൊരു അപ് ട്രെൻഡ് മാർക്കറ്റ് പോയിരുന്നു. അപ്രോക്സിമേറ്റ് 12 മണി വരെ മാർക്കറ്റ് കയറി. തിരിച്ച് മാർക്കറ്റ് എഗെയിൻ നമുക്ക് 12 മണി ഒരു സ്കാൽപ്പിങ്ങിൻ്റെ ഒരു ഡൗൺ സൈഡ് ഉണ്ടായിട്ട് തിരിച്ച് പിന്നെയും കയറിയ ശേഷം ലാസ്റ്റ് 2 മണി അപ്രോക്സിമേറ്റ് 2 മണിയോടുകൂടി മാർക്കറ്റ് നല്ലൊരു ഡൗൺ സൈഡ്, ഇപ്പം നമ്മൾ നടക്കുന്ന ഡൗൺ സൈഡിൻ്റെ ഇൻഡിക്കേഷൻ ആണ്. 2 മണി അപ്രോക്സിമേറ്റ് 1.55 തന്ന സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ നമുക്ക് 3 ടാർഗറ്റും ഇപ്പോൾ ഹിറ്റ് ചെയ്ത് നമ്മുടെ സപ്പോർട്ട് ലെവൽ നല്ല രീതിയിൽ ഡൗൺ ഇറങ്ങി. നമ്മുടെ സോഫ്റ്റ് അവിടെ കറക്റ്റായിട്ടുള്ള ഇൻഡിക്കേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് എവിടെ എൻട്രി എടുക്കണം, എക്സിറ്റ് ചെയ്യണം എന്നുള്ള കറക്റ്റ് ലെവൽ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫേക്ക് ട്രേഡുകൾക്ക് അവോയ്ഡ് ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കിയുള്ള രീതിയിൽ ട്രേഡാണ് നമുക്ക് സോഫ്റ്റ്വെയർ തന്നത്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫേക്ക് ട്രേഡ്, അതായത് ആക്യുറേറ്റ് എൻട്രി എക്സിറ്റ് ഫേക്ക് ആയിട്ടുള്ള ട്രേഡുകൾ നമ്മൾ ആ 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. അതിന് ഏറ്റവും എക്സാമ്പിൾ ഇന്നത്തെ ലൈവ് മാർക്കറ്റ് തന്നെയാണ്. ഇന്നത്തെ മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസത്തെ കണ്ടിന്യൂവേഷൻ തന്നെ മോർണിംഗിൽ ബൈ കയറി. അവിടെ മോർണിംഗിൽ തന്നെ ട്രേഡ് കിട്ടി. ഇടയ്ക്കൊരു സ്കാൽപ്പ് നമുക്ക് 10 മണിക്ക് ശേഷം മാർക്കറ്റ് സ്കാൽപ്പായിട്ട് ചെറിയ ഡൗൺ ഇറങ്ങിയെങ്കിലും നമുക്ക് വലിയൊരു ഡൗൺ തരാതെ തിരിച്ച് മാർക്കറ്റ് കയറുമായിരുന്നു. അപ്പോൾ നമുക്ക് ട്രേഡ് എടുക്കുന്നവർക്ക് കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ ബൈ സൈഡ് തന്നെ പോകാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. അതിൽ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ സിഗ്നൽ, അതായത് ഒരു സിഗ്നൽ വരുമ്പോൾ ഇതിൽ ചെക്ക് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. നമുക്ക് സിഗ്നൽ സെല്ലിൻ്റെ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ ആണ് മേലിൽ കൊടുത്തിരിക്കുന്ന എൻട്രി പോയിന്റും ടാർഗറ്റുകളും. അപ്പോൾ ഇവിടെ സെല്ല് വന്നതിന് ശേഷം തിരിച്ച് മാർക്കറ്റ് കറക്റ്റായിട്ട് ആ ഡൗൺ സൈഡിൻ്റെ ഇൻഡിക്കേഷൻ കറക്റ്റ് കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ സിഗ്നൽ വന്നപ്പോഴത്തേക്ക് ആ റെഡും വന്നു, താഴെ റെഡും ഒന്നിച്ച് കൺഫേം ആയി. അവിടെ സപ്പോർട്ടും കട്ട് ചെയ്ത് താഴെ ഇറങ്ങി 2 പ്രാവശ്യം സപ്പോർട്ട് ലെവൽ കട്ട് ചെയ്ത് 3 ടാർഗറ്റും ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ആ സെല്ലിൻ്റെ കൺഫേം തിരിച്ച് ബൈ അവിടെ തന്നിരുന്നെങ്കിലും അവിടെ എക്സ്ട്രാ കളർ അവിടെ എക്സിറ്റ് ചെയ്യാൻ നമുക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഓറഞ്ച് കളർ ആ നെക്സ്റ്റ് ലെവലിൽ തന്നെ തന്നു. അവിടെ എക്സിറ്റ് ലെവൽ നമുക്ക് കൊടുത്തു. അവിടെ എക്സിറ്റ് ചെയ്യാൻ നമുക്ക് ട്രേഡ് എടുത്തു കഴിഞ്ഞാലും പെട്ടെന്ന് മാർക്കറ്റ് റിവേഴ്സ് പോകുന്ന സാഹചര്യത്തിൽ നമുക്ക് കളർ ചേഞ്ച് വഴി നമുക്ക് അവിടെ എക്സിറ്റ് ലെവൽ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. ഒരു സിഗ്നൽ വരുമ്പോൾ ക്യാൻഡിൽ കളർ നോക്കുക, താഴത്തെ ബാർ കളർ നോക്കുക, ഒരുമിച്ച് കൺഫേം ആകുമ്പോൾ മാത്രം എൻട്രി എടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഇന്നത്തെ മോർണിംഗിൽ തന്നെ ആ തലേദിവസത്തെ കണ്ടിന്യൂവേഷൻ പോയി അവിടെ മാർക്കറ്റ് കയറി. അത് കഴിഞ്ഞ ശേഷം 10 കഴിഞ്ഞ് പിന്നെയും മാർക്കറ്റ് കയറിയ ശേഷമാണ് നമുക്ക് ആ ഡൗൺ ഇൻഡിക്കേഷൻ നമുക്ക് കറക്റ്റായിട്ട് സോഫ്റ്റ് തന്നത്. ലാസ്റ്റത്തെ ട്രേഡ് സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ പ്രകാരം 23,300 പുട്ട് സൈഡിൻ്റെ എൻട്രി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിൽ നോക്കുകയാണെങ്കിൽ 149 എൻട്രി പോയതാണ്. സിഗ്നൽ കറക്റ്റ് സമയത്ത് വന്നു, ടാർഗറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 62 പോയിന്റ് അപ് ട്രെൻഡിൽ കയറി നിൽക്കുവാണ്. 212 3 ടാർഗറ്റും ഹിറ്റ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് കൺഫേം ആയി, താഴെ മുകളിൽ ഒന്നിച്ച് കൺഫേം ആയി. റെസിസ്റ്റൻസ് കറക്റ്റ് ബ്രേക്ക് ചെയ്ത് സ്ട്രേറ്റ് ആയിട്ടുള്ളൊരു ബൈ സൈഡ് തന്നെയായിരുന്നു. അപ്പോൾ നിഫ്റ്റിയുടെ ആ ലാസ്റ്റ് സെൽസ് നല്ലൊരു ഡൗൺ സൈഡിൻ്റെ ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്ന് ലൈവ് സെക്ഷൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഡെമോ സെക്ഷനിൽ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, താങ്ക് യു.